ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഇന്നത്തെ ദിവസം എങ്ങനെ പോയി? ഇന്ന് സൺഡേ ആണല്ലോ. വരുന്ന ഒരു 1 വീക്ക് എനർജി ഏതൊക്കെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകും എന്ന് നമുക്ക് ടാരോനോട് ചോദിച്ചാലോ. വരുന്ന 1 വീക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും മൈൻഡ് കാം ആൻഡ് ക്വയറ്റാക്കി വയ്ക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, ടേക്ക് എ ഡീപ് ബ്രെത്ത്, റിലാക്സ് ആയിരിക്കുക. നമുക്ക് ടാരോനോട് ചോദിച്ചു വെക്കാം, 1 വീക്ക് നിങ്ങളുടെ എങ്ങനെയായിരിക്കും? ഓക്കെ, നമുക്ക് റീഡിങ് എടുക്കാം. വൺ വീക്ക് ഞാൻ 3 കാർഡാണ് ഇവിടെ എടുത്തേക്കണേ. 7 ഓഫ് പെൻറ്റക്കിൾ, നെക്സ്റ്റ് വന്നത് മേജർ ആർക്കാനയാണ്, ഫുൾ കാർഡാണ്. തേർഡ് വന്നത് 10 ഓഫ് സ്വാർഡ്സ്. അപ്പോൾ ഈ ഒരു 1 വീക്ക് നിങ്ങൾക്ക് നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും, നല്ല നല്ല അവസരങ്ങൾ തേടി വരും. സാമ്പത്തികമായിട്ടൊക്കെ നിങ്ങളൊരു ബിസിനസ് അല്ലെങ്കിൽ പുതിയൊരു ഇന്നോവേറ്റീവ് ഐഡിയാസ് അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ന്യൂ ഐഡിയാസും ന്യൂ എന്താ പറയണേ അവസരങ്ങൾ, പുതിയ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വരും ഈ ഒരാഴ്ച. പക്ഷേ ആ ഐഡിയാസിന് വേണ്ടിയിട്ട് നിങ്ങൾ ധനം കൂടുതൽ ഓവറായിട്ട് വിനിയോഗിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നമായിരിക്കും കേട്ടോ. ഇവിടെ ഒരു പുരോഗമനമില്ലായ്മ, ഒരു നഷ്ടം വരിക, സാമ്പത്തിക നഷ്ടം, നിക്ഷേപം, അതിലൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ മണി ഓവറായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ഇത് ഫുൾ കാർഡ് എന്ന് പറയുന്നത് കുറേ ഓപ്ഷൻസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ വൈസ്ലി ചൂസ് ചെയ്തിട്ട് ധനത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും. ഒരു പതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. ഇതെന്താ പറയുക, സ്വാർഡ് എന്ന് പറഞ്ഞൊരു ക്വിക്ക് ആക്ഷനാണ്. ഈ ധനത്തിൻ്റെ വിനിയോഗം കാരണം വന്ന ഒരു പതനം, എഴുന്നേക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ പുതിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ നിങ്ങളെ തേടി വരുമ്പോൾ, പുതിയ ഐഡിയാസൊക്കെ വരുമ്പോഴത്തേക്കും ട്രൈ ചെയ്ത് നോക്കാമെന്ന് നിങ്ങൾ ചിന്തയിൽ ധനം ഓവറായിട്ട് വിനിയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പതനം, കാരണം കടങ്ങളൊക്കെ കൂടുതൽ വരാം. പിന്നെ അതിൽ പെട്ട് കിടക്കുന്ന ഒരവസ്ഥ, അത് പിന്നെ അതിൻ്റെ പലിശയ്ക്കൊക്കെ കടം വാങ്ങിച്ചിട്ട് ആ പലിശയൊക്കെ കൊടുത്ത് ഇടയ്ക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിളൊക്കെ വന്നിട്ട് അത് കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളതും കൂടി നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പതനം. അത് നോക്കുക, പുറകിലാണ്, എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥ. ധനം വിനിയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഒരു പതനത്തിലേക്കായിരിക്കും നിങ്ങൾ പോവുക. ബുദ്ധിപൂർവം ധനത്തെ കൈകാര്യം ചെയ്യുക എന്നാണ് ടാരോ പറയുന്നത്. വരവറിഞ്ഞ് ചെലവ് ചെയ്യുക എന്നൊന്ന് ശ്രദ്ധിക്കണേ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. തെറ്റാ.